ആളുകൾക്കൊരു മിനിമം വേതനം ഒരു 20,000 രൂപയെങ്കിലും കിട്ടുന്ന ഒരു നിയമം കൂടെ നിങ്ങൾ കൊണ്ടുവരണം. ജീവിക്കാൻ കഴിയില്ല ഈ കാലഘട്ടത്തിൽ ചെറിയ കടകളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരു 15,000 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു ഇൻജസ്റ്റിസ് ആണ്, അതൊരു സാമൂഹ്യ അനീതി. അതാണ് പിന്നെ നമ്മുടെ ആളുകൾ ഇവിടെ നിൽക്കാത്തത്. ഗൾഫിൽ പോയാൽ അത് കിട്ടും. അതെ, ഈ പണമൊക്കെ കിട്ടുന്നുള്ളൂ ഗൾഫിൽ ചെന്നാലും. പക്ഷെ ആളുകൾ അങ്ങ് പോവുകയല്ലേ, അത്രയും കിട്ടും. ഇവിടെ അത് ഗ്യാരണ്ടി ഇല്ല. ശരി, അതിനെന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? അതിനെന്ത് ഒരു 20,000 25,000 രൂപയെങ്കിലും ഒരു മണിക്കൂറിൽ 150 രൂപ ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ? ഇനിയിപ്പോ നമുക്ക് അതൊക്കെ ചിന്തിച്ചാൽ പറ്റും. നിങ്ങളുടെ പ്രകടന പത്രികയിൽ അത് കൊണ്ടുവരാം. ഞാൻ പറയട്ടെ, ഇവിടെ ഗൾഫ് പോയിട്ട് ഇവർ ചെയ്യുന്നത് എന്ത് ജോലിയാ? അതായത് സിമെന്റ് പണി, കല്ലുപണി, ഇതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്തരം വർക്കുകൾ പുറത്തുള്ളവർ വന്നാൽ ചെയ്യുന്നു, നമ്മളാളുകൾ ചെയ്യൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു മാന്യത നമ്മളത് ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ ഒരു നല്ല ആളുകൾ ഇപ്പോൾ അവിടെയൊക്കെ പോയി എക്സ്പീരിയൻസ് എടുത്ത് വന്ന ആളുകൾ ഒരു കോൺട്രാക്ടിങ് കമ്പനി ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്യാൻ തുടങ്ങണം. കോൺട്രാക്ടിങ് കമ്പനിയിൽ ഈ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ 10,000-25,000 ശമ്പളം കൊടുക്കണം. പണി ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് ഡീസൻ്റായ വസ്ത്രധാരണം, അതേപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള സാലറി, ജീവിത സൗകര്യം, അങ്ങനെ അവിടെ അമേരിക്കയിലൊക്കെ പ്ലംബർമാർക്കൊക്കെ ഭയങ്കര എല്ലാവർക്കും തുല്യ വേതനം ലഭിക്കും. അതായത് ഇവിടെ ഒരു കോൺട്രാക്ടിങ് കമ്പനി ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുക, പ്ലംബർ. അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ജോലിക്ക് എടുക്കുന്നു. സാലറിയോ അതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ IT കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ അവർ നല്ല സാലറി കൊടുത്തിട്ടാണ് ആളെടുക്കുന്നത്. ഒരാളുകൾ ടെക്നോപാർക്ക് പോകുന്നുണ്ടല്ലോ. അതേപോലെ ഇത്തരം കൊച്ചു ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ എൻ്റർപ്രണർഷിപ്പ് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നയം ഗവൺമെൻറ് എടുക്കണം. ഗവൺമെൻറ് എടുത്തിട്ട് അവർക്ക് ഡീസൻസി കൊടുക്കണം. അപ്പോൾ അതൊരു ഡീസൻറ്റ് ജോലിയായി പരിണമിക്കണം. അപ്പോൾ മേസനന്മാരും പ്ലംബർമാരും ഒക്കെ ട്രക്ക് ഡ്രൈവർമാർക്ക് വിദേശത്തൊക്കെ നല്ല ശമ്പളമാണ്, സ്റ്റാറ്റസുമാണ്. സമൂഹത്തിൽ അവർക്ക് അവരാണ് ട്രാൻസ്പോർട്ടേഷൻ നിയന്ത്രിക്കുന്നത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥാനം എത്തിക്കാൻ. ഇപ്പൊ ഈ പരമ്പരാഗതമായി പോകുന്ന ജാതി വ്യവസ്ഥത കൊണ്ടേ അത് ജോലി അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു ജാതി അടിസ്ഥാനത്തിൽ അവിടെ ഇല്ലല്ലോ. സെക്യൂരിറ്റി നിൽക്കുന്ന ഒരാളെ കണ്ടു, ആൾക്ക് 7,000 രൂപയെ ശമ്പളമുള്ളൂ. ഒരു മാസം 7,000 രൂപ. ഞാൻ അതിശയിച്ചു പോയി. വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല 7,000 രൂപ. അതെന്തൊരു വലിയ അനീതിയാണ്. ഓർക്കും പലയിടത്തും അത് കറക്റ്റാണ്. അത് വളരെ കുറഞ്ഞ വേതനം. ആശാവർക്കർമാർ അവർ ചെയ്യുന്ന ജോലി എത്ര മഹത്തായി. അതെ. പക്ഷെ അവർക്കുള്ള ശമ്പളം എത്രയോ, അതിനുവേണ്ടി അവർ വഴി കിടന്ന് സമരം ചെയ്യുക. അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതാണ് ഈ ഒരു മിനിമം പിന്നെ വേതനം കിട്ടുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു മാന്യത കൽപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ആളുകൾ ഇവിടെ ജോലി ചെയ്യും. തീർച്ചയായിട്ടും.